വാഷിംഗ്ടണിലെ അതിപ്രധാനമായ വൈറ്റ് ഹൌസ് വിരുന്നിനിടെ ഉണ്ടായ നാടകീയമായ വധശ്രമത്തെക്കുറിച്ചും അതിൽ നിന്ന് ഡൊണാൾഡ് ട്രംപ് രക്ഷപ്പെട്ടതിനെ കുറിച്ചുമുള്ള ഞെട്ടിക്കുന്ന ദൃക്സാക്ഷി വിവരണങ്ങൾ ഇപ്പോൾ പുറത്തുവരികയാണ്. അസോസിയേറ്റഡ് പ്രസിന്റെ വൈറ്റ് ഹൌസ് റിപ്പോർട്ടറായ ആമിർ മദാനിയാണ് ആ നിമിഷങ്ങളിലെ ഭീതിയും പരിഭ്രാന്തിയും ലോകത്തോട് പങ്കുവച്ചത്. വിരുന്ന് നടന്ന ഹാളിനുള്ളിൽ ആഘോഷങ്ങൾ അതിന്റെ ഉച്ചസ്ഥായിൽ നിൽക്കുന്ന സമയത്താണ് അപ്രതീക്ഷിതമായി വലിയൊരു ശബ്ദം ഉയർന്നതെന്ന് മദാനി പറയുന്നുണ്ട്. തുടക്കത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും മനസ്സിലായില്ലെങ്കിലും സെക്കൻഡുകൾക്കുള്ളിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ വേദിയിലേക്ക് കുതിച്ചെത്തിയത് സ്ഥിതിഗതികളുടെ ഗൗരവം വർദ്ധിപ്പിച്ചു. സെക്രട്ട് സർവീസ് ഏജന്റുമാരുടെ മിന്നൽ വേഗത്തിലുള്ള നീക്കമാണ് മദാനി തന്റെ വിവരണത്തിൽ എടുത്തു പറയുന്നത്. അക്രമം തുടങ്ങിയ നിമിഷം തന്നെ ഉദ്യോഗസ്ഥർ ട്രംപിനെ വളയുകയും അദ്ദേഹത്തെ സുരക്ഷിത സ്ഥാനത്തേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോകുകയും ചെയ്തു. മെലാനിയ ട്രംപിനെയും കരോലിൻ ലീവിറ്റിനെയും അങ്ങേയറ്റം വേഗതയോടെയാണ് അവിടെ നിന്ന് മാറ്റിയത്. ബാൾ റൂമിനുള്ളിൽ ആ സമയം തടിച്ചുകൂടിയിരുന്ന ആയിരക്കണക്കിന് അതിഥികൾക്കിടയിൽ പെട്ടെന്നുണ്ടായ പരിഭ്രാന്തി വാക്കുകൾക്ക് അപ്പുറമായിരുന്നു. പലരും എഴുന്നേറ്റോടാൻ ശ്രമിച്ചെങ്കിലും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം അവർ നിലത്ത് കിടന്നും മേശകൾക്ക് പിന്നിൽ ഒളിച്ചും സ്വയം സംരക്ഷിക്കാൻ ശ്രമിച്ചു. വാഷിംഗ്ടൺ ഹിൽട്ടണിലെ അതീവ സുരക്ഷാ സംവിധാനങ്ങളെ മറികടന്ന് എങ്ങനെ ഇത്തരമൊരു ശബ്ദമല്ലെങ്കിൽ അക്രമം ഉണ്ടായി എന്നത് ഇപ്പോഴും അമ്പരപ്പിക്കുകയാണ്. രാജ്യത്തെ ഏറ്റവും വലിയ മാധ്യമ പ്രവർത്തകരും രാഷ്ട്രീയക്കാരും ഒത്തുചേരുന്ന ചടങ്ങിൽ സുരക്ഷാ പരിശോധനകൾ കർശനമായിരിക്കുമെന്നിരിക്കെ എങ്ങനെ ഈ അട്ടിമറി സംഭവിച്ചു എന്നതിനെ കുറിച്ച് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. ട്രംപിനെ വേദിയിൽ നിന്ന് മാറ്റിയ രീതിയും സുരക്ഷാ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന് ചുറ്റും തീർത്ത മനുഷ്യ കവചവും അവിടുത്തെ കടുത്ത സാഹചര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. അക്രമിയുടെ വെടിയുണ്ടകളിൽ നിന്ന് പ്രസിഡന്റിനെ രക്ഷിക്കാൻ ഉദ്യോഗസ്ഥർ കാണിച്ച ധൈര്യം മദാനി പ്രശംസിക്കുന്നുണ്ട്. സംഭവത്തിന് ശേഷം പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ട്രംപിനും കുടുംബത്തിനും മറ്റു ഉദ്യോഗസ്ഥർക്കും പരിക്കുകളില്ല. എന്നാൽ മാനസികമായി ഈ സംഭവം അവരിൽ വലിയ ആഘാതം ഉണ്ടാക്കിയിട്ടുണ്ടാകാം. അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഇത്രയും പരസ്യമായി ഒരു വധശ്രമം നടക്കുന്നത് ജനാധിപത്യത്തിന് തന്നെ വെല്ലുവിളിയാണ്. ദൃക്സാക്ഷി വിവരണങ്ങളിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് അക്രമിയുടെ സാന്നിധ്യം ആരും നേരത്തെ തിരിച്ചറിഞ്ഞില്ല എന്നതാണ്. അതിഥികൾക്കിടയിൽ നിന്ന് തന്നെയാണോ അതോ പുറത്തു നിന്നാണോ അക്രമം ഉണ്ടായതെന്നറിയാൻ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. ആധുനിക കാലത്തെ ഏറ്റവും വലിയ സുരക്ഷാ വീഴ്ചകളിൽ ഒന്നായാണ് വാഷിംഗ്ടണിലെ ഈ സംഭവം വിശേഷിപ്പിക്കപ്പെടുന്നത്. ട്രംപിനെതിരെയുള്ള മുൻപത്തെ വധശ്രമങ്ങളുമായി ഇതിനെ താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും ഉയർന്ന സുരക്ഷാ പരിരക്ഷയുള്ള ഒരു വേദിയിൽ ഇത് നടന്നുവെന്നത് ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. സംഭവം നടന്ന ഹോട്ടലിലെ ബാൾ റൂം ഇപ്പോൾ പൂർണ്ണമായും അന്വേഷണ സംഘത്തിന്റെ അധീനതയിലാണ്. അവിടെയുള്ള ഓരോ വസ്തുവും തെളിവായി ശേഖരിച്ചു വരികയാണ്. തോക്കിൽ നിന്നുള്ള തരികൾ എവിടെയൊക്കെ തറച്ചു എന്നും അവയുടെ ദിശയും ശാസ്ത്രീയമായി വിശകലനം ചെയ്യും. ആമിർ മദാനിയെ പോലെയുള്ളവരുടെ സാക്ഷിമൊഴികൾ ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കും. ട്രംപിനെതിരെയുള്ള ഈ അക്രമം ആസൂത്രിതമായിരുന്നുവെന്ന സൂചനകളാണ് പ്രാഥമികമായി ലഭിക്കുന്നത്. രാഷ്ട്രീയ വൈരാഗ്യമാണോ അതോ വിദേശ ശക്തികളുടെ ഇടപെടലാണോ ഇതിന് പിന്നിലെന്നും അന്വേഷിക്കുന്നുണ്ട്. വൈറ്റ് ഹൌസ് കറസ്പോണ്ടൻസ് ഡിന്നർ എന്നാൽ മാധ്യമങ്ങളും ഭരണകൂടവും തമ്മിലുള്ള ആരോഗ്യകരമായ ബന്ധത്തിന്റെ പ്രതീകമാണ്. ആ വേദി ചോരയിൽ മുക്കാനുള്ള നീക്കം കടുത്ത പ്രതിഷേധങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. സംഭവ സമയത്ത് ബാൾ റൂമിനുള്ളിലെ വെളിച്ചവും ശബ്ദ സംവിധാനങ്ങളും അക്രമത്തിന് സഹായകമായോ എന്നും പരിശോധിക്കുന്നുണ്ട്. പലപ്പോഴും ഇത്തരം വലിയ പരിപാടികളിൽ വെളിച്ചത്തിന്റെ വിന്യാസം സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് കാഴ്ച തടസ്സമുണ്ടാക്കാറുണ്ട്. ഈ വീഴ്ചകൾ പരിഹരിക്കാൻ ഭാവിയിൽ പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയേക്കാം. ഈ ഭീകര നിമിഷങ്ങളിൽ നിന്ന് ട്രംപ് എങ്ങനെയാണ് പ്രതികരിച്ചതെന്നറിയാൻ ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. സുരക്ഷാ ഉദ്യോഗസ്ഥർ തന്നെ മാറ്റാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം പൂർണ്ണമായും അവരോട് സഹകരിച്ചു എന്നാണ് അറിയുന്നത്. തന്റെ കുടുംബത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാനും അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. ട്രംപിന്റെ മനോധൈര്യത്തെ അദ്ദേഹത്തിന്റെ ടീം അഭിനന്ദിക്കുന്നുണ്ട്. വാഷിംഗ്ടണിലെ വിരുന്നിനിടെ നടന്ന ഈ സംഭവം വരും ദിവസങ്ങളിൽ പാർലമെന്റിലും അന്താരാഷ്ട്ര വേദികളിലും വലിയ ചർച്ചയാകും. ലോകരാജ്യങ്ങൾ ട്രംപിന്റെ സുരക്ഷയിൽ ആശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് സന്ദേശങ്ങൾ അയക്കുന്നുണ്ട്. അമേരിക്കൻ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഈ സംഭവം വലിയൊരു മാറ്റമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. അക്രമിയുടെ മൃതദേഹത്തിൽ നിന്ന് എന്തെങ്കിലും കുറിപ്പുകളോ രേഖകളോ ലഭിച്ചോ എന്ന് അന്വേഷണ ഏജൻസികൾ വെളിപ്പെടുത്തിയിട്ടില്ല. ഇയാളുടെ പശ്ചാത്തലം അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. ഇയാൾക്ക് മാനസികാസ്വാസ്ഥ്യം ഉണ്ടായിരുന്നോ അതോ കൃത്യമായ ലക്ഷ്യത്തോടെയാണോ ഇത് ചെയ്തതെന്ന് ഉടൻ വ്യക്തമാകും. ബാൾ റൂമിനുള്ളിലെ അതിഥികൾക്കുണ്ടായ മാനസിക വിഷമം കുറയ്ക്കാൻ കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള സഹായങ്ങൾ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. പലരും മരണത്തെ മുഖാമുഖം കണ്ട നിമിഷങ്ങളായിരുന്നു അത്. അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ടർ മദാനിയുടെ വിവരണങ്ങൾ ആ ഭീതിയുടെ നേർചിത്രമാണ്. ട്രംപിന്റെ സുരക്ഷാ വാഹനങ്ങൾ ഹോട്ടലിന് പുറത്ത് തയ്യാറായി നിന്നിരുന്നതിനാൽ അദ്ദേഹത്തെ വേഗത്തിൽ അവിടെ നിന്ന് മാറ്റാൻ സാധിച്ചു.
റോഡ് ഗതാഗതം നിരോധിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വാഹനവ്യൂഹം മിന്നൽ വേഗത്തിലാണ് സുരക്ഷിത സ്ഥാനത്തേക്ക് പോയത്. വാഷിംഗ്ടൺ നഗരമാകെ ആ സമയം കനത്ത പോലീസ് കാവലിലായിരുന്നു. ഇത്രയും സുരക്ഷിതമായ ഒരു ഹോട്ടലിനുള്ളിൽ ആയുധവുമായി ഒരാൾക്ക് പ്രവേശിക്കാൻ സാധിച്ചുവെന്നത് സുരക്ഷാ ഏജൻസികൾക്ക് വലിയ നാണക്കേടാണ്. മെറ്റൽ ഡിറ്റക്ടറുകളുടെയും മറ്റ് പരിശോധനകളുടെയും കാര്യക്ഷമത ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. ഈ വീഴ്ചയിൽ ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ട്രംപിന്റെ അനുയായികൾ ഈ വധശ്രമത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. തങ്ങളുടെ നേതാവിനെ തകർക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെയുള്ള മുന്നറിയിപ്പായി അവർ ഇതിനെ കാണുന്നു. വൈറ്റ് ഹൌസ് കറസ്പോണ്ടൻസ് അസോസിയേഷൻ ഈ സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തുകയും അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കുമെന്ന് അറിയിക്കുകയും ചെയ്തു. മാധ്യമപ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പാക്കാൻ പുതിയ നടപടികൾ സ്വീകരിക്കുമെന്നും അവർ അറിയിച്ചു. അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുന്നതോടെ ഗൂഢാലോചനയുടെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയും. അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ഇതൊരു വലിയ വെല്ലുവിളിയാണ്. ഇനി ഒരിക്കലും ഇത്തരമൊരു സംഭവം ആവർത്തിക്കാതിരിക്കാൻ കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നേക്കാം. ആമിർ മദാനിയുടെ ഐ വിറ്റ്നസ് അക്കൗണ്ട് ചരിത്രത്തിൽ ഇടം പിടിക്കും. ഒരു റിപ്പോർട്ടർ എന്ന നിലയിൽ അദ്ദേഹം കാണിച്ച ജാഗ്രത ആ നിമിഷങ്ങളെ കൃത്യമായി രേഖപ്പെടുത്താൻ സഹായിച്ചു. ഭയത്തിനപ്പുറം തന്റെ തൊഴിലിനോട് അദ്ദേഹം കാണിച്ച നീതി പ്രശംസനീയമാണ്.